പാലക്കാടിൻ്റെ വിരിമാറിലൂടെ 60 കിലോമീറ്റർ യാത്ര ചെയ്ത് സമുദ്രനിരപ്പിൽ നിന്ന് 1500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലെത്താം. വയലുകളും നീർച്ചോലകളും താണ്ടി മലമുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ ഏലത്തോട്ടവും തേയിലത്തോട്ടങ്ങളും ഓറഞ്ച് തോട്ടമൊക്കെ യാത്രയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കൂടിയാണ്. പത്ത് ഹെയർപിൻ വളവുകളും തിരിഞ്ഞു വേണം മുകളിലേക്ക് യാത്ര തുടരാൻ. പലപ്പോഴും യാത്രക്കാർക്ക് കണ്ണിന് വിരുന്നൊരുക്കി കാത്തു നിൽക്കുന്ന വന്യജീവികളും കുറവല്ലിവിടെ. ഏകദേശം 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചെന്ന് കരുതപ്പെടുന്ന പോത്തുണ്ടി ഡാം മറ്റൊരു കാഴ്ചയാണിവിടെ. പാലക്കാട് ജില്ലയിലെ കൃഷി ആവശ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ്സും കൂടിയാണ് ഈ പോത്തുണ്ടി ഡാം. നെല്ലിയാമ്പതിയുടെ പേരിന് പിന്നിൽ ചില ഐതിഹ്യമുണ്ട്. ഇവിടുത്തെ ആദിമ മനുഷ്യർ തങ്ങളുടെ ദൈവങ്ങൾ മലകളുടെ മുകളിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലോ ആയിരുന്നു വസിച്ചിരുന്നത് എന്ന് കരുതിയിരുന്നു. ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒന്നാണ് ഈ പേര്. നെല്ലിമരത്തിൽ കുടിയിരുന്ന ദേവതയുടെ പേരിൽ നിന്നാണ് നെല്ലി ദേവതയുടെ ഊര് എന്ന അർത്ഥം വരുന്ന നെല്ലിയാമ്പതി ഉണ്ടായത്. ഈ നെല്ലിയാമ്പതി യാത്രയിൽ കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലം കൂടിയുണ്ട്, സീതാർകുണ്ട്. രാമനും ലക്ഷ്മണനും സീതയും വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്ന് ഐതിഹ്യങ്ങളുണ്ട്. നെല്ലിയാമ്പതിയുടെ സൗന്ദര്യത്തെ മുഴുവൻ ആവാഹിക്കാൻ കഴിവുള്ള ഒരു വ്യൂ പോയിന്റും ഇവിടെ നിന്നാൽ കാണാം. നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റ്. അതുപോലെ നമ്മൾ നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് ഇവിടുത്തെ ഫാം ഹൗസാണ്. ധാരാളം ആടുകൾ, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പ്രാവുകൾ, കോഴികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിവിടുത്തെ ഒരു വെറൈറ്റി വർഗ്ഗത്തിൽപ്പെട്ട ആടാട്ടോ, ആട്ടുമാവ.